ഒറ്റപ്പാലം കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ബിജെപി പ്രവർത്തകർ നടത്തുന്ന വധഭീഷണിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. മാധ്യമപ്രവർത്തകരെ വെട്ടിത്തീർത്ത് കളയുമെന്ന് ബിജെപി പ്രവർത്തകന്റെ ഭീഷണി. കേന്ദ്രത്തിലെ ഭരണമില്ലാത്ത സമയത്തും വെട്ടിയിട്ടുണ്ടെന്നും മുന്നറിയിപ്പ്. ദൃശ്യങ്ങളിലേക്ക്. ചാനല് വാർത്ത ചിട്ട പക്ഷെ ജില്ലാ പ്രചാരന്റെ ഒക്കെ മേലോട്ട് അവന്റെ ചാനലും ക്യാമറ എന്താ പ്രശ്നം ലതീഷ് ചേർന്നുണ്ടായി വാർത്തയുടെ വിവരങ്ങളുമായി. ലതീഷ്, വിശദാംശങ്ങൾ. സൗമ്യ, ചെർപ്പുളശ്ശേരി നെല്ലായിയിൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് CPIM പ്രവർത്തകർക്ക് വീടുകൾക്ക് നേരെയും അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടായത്. BJP പ്രവർത്തകരായിരുന്നു ഇതിന് പിന്നിൽ. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 6 BJP പ്രവർത്തകരെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുന്നത് പകർത്തുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകരെ കൂടെ എത്തിയ പ്രതികൾക്കൊപ്പം മറ്റൊരു വാഹനത്തിലെത്തിയ BJP RSS സംഘം ആക്രമണം നടത്തിയത്. ഏഷ്യാൻ ന്യൂസിന്റെ റിപ്പോർട്ടർ ശ്യാംകുമാർ, അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ ശ്രീജിത്ത്, ഒപ്പം പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ അനൂപ് എന്നിവരെയാണ് ഇവർ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. അതിനുശേഷം അനൂപിന്റെ ക്യാമറ എടുത്ത് തല്ലി തകർക്കുന്ന ഒരു സംഭവം ഇവിടെ കോടതി പരിസരത്ത് ഉണ്ടായി. കേവലം 3 പോലീസുകാരാണ് ഒരു ടാക്സി വാഹനത്തിൽ ഈ 6 പ്രതികളെയും കൊണ്ട് കോടതിയിലേക്ക് എത്തിയത്. പോലീസ് പ്രതികളല്ല മർദ്ദിച്ചത് എങ്കിൽ പോലും പ്രതികൾക്കൊപ്പം മറ്റൊരു വാഹനത്തിലെത്തിയ RSS ക്രിമിനൽ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവരെ മർദ്ദിക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആക്രോശം നടത്തിയത്. കേന്ദ്ര ഭരണവും ഒരു MLA പോലും ഇല്ലാത്ത കാലത്തും ഞങ്ങൾ ഇവിടെ വെട്ടി നിന്നിട്ടുണ്ട്, തീർത്തു കളയും എന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പ് മാധ്യമപ്രവർത്തകർക്ക് ഒരു BJP അല്ലെങ്കിൽ RSS പ്രവർത്തകർ നൽകുകയായിരുന്നു. ഇവർ ഒറ്റപ്പാലം സ്വദേശികളല്ല എന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവർ ചെർപ്പുളശ്ശേരി നെല്ലായ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ പോലീസ് വാഹനത്തിനൊപ്പം അവരെ പിന്തുടർന്നെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഒറ്റപ്പാലം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. സൗമ്യ, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ്. മെത്രാൻകായൽ അടക്കമുള്ള കോൺഗ്രസ് നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ബാർ കേസിൽ മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു. UDF സർക്കാരിന്റെ അവസാനകാല തീരുമാനങ്ങൾ തിരിച്ചടിയായി. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. വിവരങ്ങളുമായി TP പ്രശാന്ത് ചേരുന്നുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് പൊതുവിൽ ഉയർന്നത് കോൺഗ്രസിനെതിരെ? പ്രശാന്ത്. സൗമ്യ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് കോട്ടയത്ത് നടക്കുന്നത്. ഇതിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്ത അംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ബാർ കേസിൽ പാർട്ടി ലീഡർ KM മാണിയെ മുഖ്യസ്ഥാനത്ത് നിർത്തിയ ഒരു കോൺഗ്രസിന്റെ ഒരു നടപടി, അത്തരത്തിൽ മുഖ്യസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വളരെയധികം തേജോവധം ചെയ്യുന്ന, തെരുവിലിട്ട് അടിക്കുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് UDF-നകത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. മാത്രമല്ല, ബറാബസിനെ രക്ഷിക്കൂ, യേശുവിനെ ശിക്ഷിക്കൂ എന്ന യഹൂദരുടെ നിലപാടിനോട് സാമ്യമുള്ള ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വയം ഇല്ലാതായതോടെ മറ്റ് ഘടകകക്ഷികളെയും ഇല്ലാതാക്കുന്ന ഒരു നടപടി കൂടിയായിരുന്നു കോൺഗ്രസിന്റെ
ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് RSP അടക്കമുള്ള പാർട്ടികളിലെ ഉദാഹരണ സഹിതം, അതായത് RSPയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തകർച്ചയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിനെയും ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളും വ്യാപകമായി നടന്നു എന്നുള്ള തരത്തിലേക്ക് അംഗങ്ങൾ യോഗത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി. മാത്രമല്ല, അരുവിക്കര വരെ UDF നല്ല രീതിയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയെങ്കിലും അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം UDF പലതായി ചിതറിത്തെറിച്ചുള്ള ഒരു UDF സംവിധാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന രീതിയിലും പറഞ്ഞു. ഒപ്പം UDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ മെത്രാൻകായൽ നികത്തൽ അടക്കമുള്ള വിവാദ വിഷയങ്ങൾ, ആ വിവാദ വിഷയങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പോലും പ്രതികരിക്കാതിരുന്ന ഒരു സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾ മുന്നിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയൊരു തരത്തിൽ തിരിച്ചടി നേരിടുന്നതിന് കാരണമായി. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളും അവസാന കാലത്ത് UDF സർക്കാർ കൈക്കൊണ്ട വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ BJP പലയിടങ്ങളിലും BJPക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 41 മണ്ഡലങ്ങളിൽ ഇത് LDFന് ഗുണകരമാകുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിച്ചേർന്നതും എന്നും ഈ യോഗത്തിൽ വിലയിരുത്തി. ഒപ്പം കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലത്തിലും തിരുവല്ലയിലും അടക്കം തന്നെ ദയനീയമായ, പ്രത്യേകിച്ച് കുട്ടനാട്ടിലടക്കം തന്നെ ദയനീയമായ ഒരു തോൽവി ഏറ്റുവാങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെ വോട്ടുകൾ ചോർന്നതും അതുപോലെ UDF സംവിധാനത്ത് കോൺഗ്രസ് തങ്ങളെ സഹായിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ ചർച്ചകളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് പാലയിലടക്കം KM മാണിയുടെ വോട്ടുകൾ കുറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അടക്കമുള്ള പരിശോധിക്കാൻ വേണ്ടിയുള്ള സമിതിക്ക് രൂപം കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിലേക്കാണ് ചർച്ചകൾ ഇപ്പോൾ പോകുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം തുടരുകയാണ്. DGP മുതൽ ജില്ലാ പോലീസ് മേധാവിമാർ വരെ പങ്കെടുക്കുന്ന യോഗത്തിൽ സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പോലീസ് നയവും ചർച്ചാ വിഷയമാകും. നേരത്തെ പോലീസ് ആസ്ഥാനത്തെത്തിയ ആഭ്യന്തര വകുപ്പ് കൂടി കയറുന്ന മുഖ്യമന്ത്രിക്ക് പോലീസ് സേന ആദരം നൽകി. കൊച്ചി മെട്രോ പദ്ധതി 2017 മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ. പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും E. ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പുരോഗതിയും നിർമ്മാണം പൂർത്തിയാക്കുന്നതിലെ തടസ്സം നീക്കുന്നതിന് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നതും സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പദ്ധതിയിലെ ഇതുവരെയുള്ള പുരോഗതി, തുടർന്നുള്ള പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ ഡെമോ പ്രസന്റേഷൻ E. ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നടത്തി. പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള നോട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായും 2017 മാർച്ച് മാസത്തിൽ തന്നെ കൊച്ചി മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും E. ശ്രീധരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ്. കൊച്ചി തീർച്ചയായിട്ടും പദ്ധതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണ്ടതിനാൽ E. ശ്രീധരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടത്തി. കോഴിക്കോട് തിരുവനന്തപുരം മോണോ റെയിലിന്റെ കാര്യത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും E. ശ്രീധരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LNG പൈപ്പ്ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഗെയിൽ ചെയർമാൻ BC ത്രിപാഠി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. പദ്ധതിയുടെ ഭാഗമായുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച. പദ്ധതിയുടെ സുരക്ഷ, നടപ്പാക്കിയാൽ കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്നിവയെല്ലാം ചർച്ചാ വിഷയമാകും. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിൽ ചിലയിടങ്ങളിൽ എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിലുണ്ടാകും. കലാഭവൻ മണിയുടെ മരണം സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതകൾ തള്ളി മെഡിക്കൽ ബോർഡ്.
മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച് കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പുറത്തുവന്നതോടെയാണ് പോലീസ് മെഡിക്കൽ ബോർഡ് അസ്വാഭാവിക മരണം എന്ന നിഗമനത്തിലെത്തിയത്. മരണകാരണമാകുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിയതാണ് പരിശോധനാ ഫലം. അതേസമയം മണിയുടെ സഹായിയുടെ അറിവോടെയാകാം വിഷമദ്യം ശരീരത്തിലെത്തിയതെന്ന് സഹോദരൻ രാമകൃഷ്ണൻ ആരോപിച്ചു. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മരണകാരണമായേക്കാവുന്ന അളവിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് കേന്ദ്ര ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കണ്ടെത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്നാണ് പരിശോധനാ ഫലം. 45 മില്ലിഗ്രാം മെഥനോൾ ശരീരത്തിലെത്തിയെന്ന കണ്ടെത്തൽ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പരിശോധനാ ഫലം സംബന്ധിച്ച് നടന്ന പോലീസ് മെഡിക്കൽ ബോർഡ് സംയുക്ത യോഗത്തിലാണ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബിയർ കഴിച്ചത് മൂലം മെഥനോൾ ശരീരത്തിൽ എത്തിച്ചേർന്നതാകാം എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിച്ചേരാനുള്ള സാധ്യതകളെപ്പറ്റി കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. മരണകാരണമായേക്കാവുന്ന തരത്തിൽ മെഥനോൾ ഉള്ളിൽ ചെന്നതായുള്ള കണ്ടെത്തൽ അന്വേഷണത്തിൽ വഴിത്തിരിവാകുകയാണ്. അതേസമയം മെഥനോൾ ശരീരത്തിലെത്തിയത് സഹായികളുടെ അറിവോടെ ആയിരിക്കാമെന്ന് മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഈ രാവിലെ 5 മണിക്ക് വിപിൻ കൊടുത്തിട്ടുള്ള ഈ പാനീയം എന്ന് പറഞ്ഞ പെപ്സിയില് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏതോ മദ്യം കലക്കി കൊടുത്തിരിക്കണം എന്നുള്ളൊരു ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. അന്വേഷണം CBIക്ക് വിട്ടപ്പോൾ മാത്രമാണ് മണിയുടെ സുഹൃത്ത് സാബുമോൻ മാനനഷ്ടത്തിന് കേസ് നൽകിയതെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുട്ടനാട് പാക്കേജ് പുനരാരംഭിക്കുന്നതിന് പ്രധാനമന്ത്രിയെ കാണുമെന്ന് കൃഷിമന്ത്രി സുനിൽകുമാർ. കുട്ടനാട് പാടശേഖരം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെല്ലിന്റെ കുടിശ്ശിക 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാടൻ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് കൃഷിമന്ത്രി സുനിൽകുമാർ കുട്ടനാട് സന്ദർശിച്ചത്. കുട്ടനാട് പാക്കേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണും. സത്യം പറഞ്ഞാൽ ഈ കുട്ടനാട് പാക്കേജ് ഫലവത്തായി നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഈ കുട്ടനാട് പ്രദേശം ഒരു സ്ഥലത്ത് പോലും മട വീഴാതെ ഇത് സംരക്ഷിക്കപ്പെടുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം, ഈ പാക്കേജ് ഇനി ആരംഭിക്കാൻ വേണ്ടി കൃഷി ഡയറക്ടറോടും സെക്രട്ടറിയോടും അതിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെല്ലിന്റെ കുടിശ്ശിക വിലയായിട്ടുള്ള 338 കോടി രൂപ 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നാളികേര കർഷകരുടെ കുടിശ്ശികയായ 48 കോടി രൂപയിൽ 12 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി സൂചിപ്പിച്ചു. പാക്കേജിന്റെ ഭാഗമായി നിർമ്മിച്ച പുറംബണ്ടിന്റെ നിർമ്മാണാവലോകനം നടത്തിയിട്ട് പണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ദിവസം മടവീഴ്ച നടന്ന കുപ്പപ്പുറം പാടശേഖരവും മന്ത്രി സന്ദർശിച്ചു. ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചിത്തിരക്കായലിൽ പുഞ്ചകൃഷി നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. നേരത്തെ റാണിക്കായലിൽ കൃഷി ഇറക്കിയിരുന്നു. ഇനി ചിത്തിരക്കായലിൽ കൃഷി ഇറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് മന്ത്രി കൃഷിവകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ 6 ബ്ലോക്കിൽ നെൽകൃഷി ഇറക്കാൻ കഴിയുമോ എന്ന പരിശോധന നടത്താനും ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മെത്രാൻ കായലിലും ആറന്മുളയിലും കൃഷിയിറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് KPCC അധ്യക്ഷൻ VM സുധീരൻ. കൃഷിമന്ത്രിയുടെ സമീപനം നല്ലതെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. R ചന്ദ്രശേഖരനെതിരായ കശുവണ്ടി കേസിൽ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല. കേസിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും സുധീരൻ പറഞ്ഞു. മെത്രാൻ കായലും അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങളും കൃഷിയോഗ്യമായ സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ നേരത്തെ മുതൽ ഈ നിലപാട് സ്വീകരിച്ചു വരുന്ന ആളുകളാണ്. അതിൽ കൃഷി ഇറക്കാനുള്ള കൃഷിമന്ത്രിയുടെ സമീപനം നല്ല സമീപനമാണ്. ആ നല്ല സമീപനത്തെ നല്ല സമീപനമായി തന്നെ കാണുന്നു. അല്ല, ഈ കാര്യത്തിലൊന്നും പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. നിയമം അതനുശാസിക്കുന്ന രീതിയിൽ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. വൃക്ക ദാനം ചെയ്തയാളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടില്ലെന്ന് ലേഖ നമ്പൂതിരി. ഇത് സംബന്ധിച്ച പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ലേഖ നമ്പൂതിരി പറഞ്ഞു. ഏറെ നാളലട്ടിയിരുന്ന വേദനമറിയതിന്റെ സന്തോഷത്തിൽ നിറഞ്ഞ ചിരിയോടെയാണ് ലേഖ നമ്പൂതിരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വൃക്കദാനം ചെയ്ത് ശ്രദ്ധയായ ലേഖ നമ്പൂതിരിയുടെ നട്ടലിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത്. പണം കൈപ്പറ്റിയാണ് വൃക്കദാനം ചെയ്തതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. വൃക്ക സ്വീകരിച്ച ഷാഫി ഏറെ മാറിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ താല്പര്യമില്ലെന്നും ലേഖ നമ്പൂതിരി പറഞ്ഞു. ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഞാൻ ഒന്നും ആഗ്രഹിച്ചല്ലായിരുന്നു അന്ന് കൊടുത്തത്. വിവാദങ്ങൾ ഞാൻ ഭയപ്പെടുന്നുമില്ല. അത് വരുന്നിടത്ത് വരട്ടെ. 4 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഇപ്പോഴുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം നൽകിയെന്ന മനുഷ്യാവകാശ സംഘടനയുടെ അവകാശവാദവും തെറ്റാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി അറിയിച്ച ലേഖ നമ്പൂതിരി ഓപ്പറേഷന് തൊട്ടു മുമ്പ് സഹായമെത്തിച്ച ശേഷം മമ്മൂട്ടി ഫോണിൽ വിളിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. മമ്മൂക്ക വിളിച്ചിരുന്നു. അത് ഓപ്പറേഷന് കയറുന്നതിന് തൊട്ട് മുമ്പെയാണ്. അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് ഓപ്പറേഷനിലേക്ക് പോകാൻ പറ്റിയത്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കി ലേഖ നമ്പൂതിരി ആശുപത്രി വിട്ടു. ന്യൂസ് ബ്യൂറോ,
കോഴിക്കോട്. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഹിന്ദുസ്ഥാൻ ലാറ്റക്സും സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷനും സംയുക്തമായി തിരുവനന്തപുരത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. HLL പേരൂർക്കാട് യൂണിറ്റിൽ നടന്ന ക്യാമ്പിൽ 100 പേർ രക്തം ദാനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും RCCക്കും രക്തം കൈമാറും. ക്യാമ്പിൽ മേയർ VK പ്രശാന്ത്, സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി TKA നായർ തുടങ്ങിയവർ പങ്കെടുത്തു. വയലുകളുടെ നാടെന്നറിയപ്പെടുന്ന വയനാട്ടിൽ വർഷം തോറും നെൽകൃഷി കുറയുകയാണ് എന്നാണ് കണക്കുകൾ. അരനൂറ്റാണ്ടിന് മുൻപ് 30,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 9,000 ഹെക്ടറിലും താഴെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,000 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. നെൽകൃഷി പ്രോത്സാഹന പരിപാടികളും മറ്റും നടക്കുമ്പോഴും ജില്ലയിൽ ഓരോ വർഷവും നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ. 1970കളിൽ വയനാട്ടിൽ 30,000 ഹെക്ടർ സ്ഥലത്ത് കർഷകർ നെൽകൃഷി ഇറക്കിയിരുന്നു. 2015 ആയപ്പോൾ അത് 8,630 ഹെക്ടർ സ്ഥലത്ത് മാത്രമായി കുറഞ്ഞു. 2014 9,200 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 326 പാടശേഖര സമിതികളാണുള്ളത്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം 19,569 ആണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി ചെയ്തവരിൽ കുറവുണ്ട്. 1,730 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി നടന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ്, 1,074 ഹെക്ടർ സ്ഥലത്ത്. ഇക്കാലയളവിൽ ഇവിടെയും നെൽകൃഷിയിൽ കാര്യമായ കുറവുണ്ടായി. കൃഷിവകുപ്പും സർക്കാരും കാര്യമായ പ്രോത്സാഹന പരിപാടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വയൽനാടായ വയനാട് നെൽകൃഷി ഉൽപ്പാദനത്തിൽ അതിന്റെ പ്രതാപകാലത്തെ മാത്രം ഓർമ്മിക്കേണ്ടി വരും. നെല്ലിന്റെ താങ്ങുവിലയും സംഭരണവും പ്രോത്സാഹന പദ്ധതികളും കാര്യക്ഷമമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. മാധ്യമപ്രവർത്തക അനുശ്രീ അന്തരിച്ചു. 28 വയസ്സായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മലയാളം പോർട്ടലായ സമയം.comന്റെ സീനിയർ കോപ്പി എഡിറ്ററായിരുന്നു. ഇന്നലെ രാത്രി പത്തനംതിട്ട ചുങ്കപ്പാറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി കോഴഞ്ചേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറ ചാലാപ്പള്ളി സ്വദേശിനിയാണ്. കേരള വിഷൻ, ജയ്ഹിന്ദ്, ഇന്ത്യ വിഷൻ, TV ന്യൂസ് ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച നടക്കും. കൈരളി TV പ്രോഗ്രാം അസോസിയേറ്റ് ഡയറക്ടർ PO മോഹനന്റെ അമ്മ സരസ്വതി അമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടയം കഞ്ഞിക്കുഴിയിലെ വീട്ടുവളപ്പിൽ നടന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രോഗ്രാം ഡയറക്ടർ സോമകുമാർ, HR DGM മുഹമ്മദ് ആരിഫ്, കൈരളി മീഡിയ ക്ലബിന് വേണ്ടി ഭാരവാഹികളായ B സുനിൽ, AK ബൈജു എന്നിവർ റീത്ത് സമർപ്പിച്ചു.